സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു രാജാവിന് വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ രണ്ട് ബ്രാഹ്മണരെ ചുമതലപ്പെടുത്തി. രണ്ടുപേരും ഓരോ രാജ്യത്തും അന്വേഷണവുമായി നടക്കാൻ തുടങ്ങി. പല രാജ്യങ്ങളിലും കറങ്ങിയിട്ടും 5 ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഒരു രാജ്യം കൂടിയേ ഉള്ളൂ. അവിടെ നമുക്ക് നാളെ അന്വേഷിക്കാം. ഇന്നാണെങ്കിൽ നല്ല മഴക്കോളും കാണുന്നുണ്ട്. ഇന്നത്തെ യാത്ര നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നും പറഞ്ഞ് അടുത്ത് കണ്ട ഒരു കൽമണ്ഡപത്തിൽ കയറി വിശ്രമിക്കാൻ തുടങ്ങി. അവരവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധനഞ്ജയ എന്ന കോടീശ്വരന്റെ പുത്രി വിശാഖയും തോഴികളും കുളിക്കാനായി കുളക്കടവിലേക്ക് നടന്നു വരുന്നത്. കുളക്കടവിലേക്ക് അങ്ങോട്ട് പോയതും പെട്ടെന്ന് മഴ പെയ്തു. തോഴികളെല്ലാവരും മഴ നനയാതിരിക്കാൻ ഓടി വന്ന് കൽമണ്ഡപത്തിൽ കയറി നിന്നു. എന്നാൽ വിശാഖ മാത്രം ഓടാതെ പതുക്കെ പതുക്കെ മഴ നനഞ്ഞുകൊണ്ട് നടന്നു വരുന്നത്. ഇത് കണ്ടുകൊണ്ട് ഈ ബ്രാഹ്മണര് രണ്ടുപേരും പരസ്പരം പറയുകയാണ്, ഇതെന്താ ഈ പെൺകുട്ടി കാട്ടുന്നത്? ഇത് മന്ദബുദ്ധിയാണോ? മറ്റു കുട്ടികളൊക്കെ മഴ നനയാതെ ഓടി വന്ന് കൽമണ്ഡപത്തിൽ കയറുന്നു. ഈ കുട്ടി മാത്രം മഴ കൊണ്ട് നടന്നു വരുന്നു. എന്തോ ഒരു കുഴപ്പമുള്ള കുട്ടിയാണ് എന്നാ തോന്നുന്നത്. നനഞ്ഞുകൊണ്ട് കൽമണ്ഡപത്തിലേക്ക് കയറിയതും ബ്രാഹ്മണർ ചോദിച്ചു, എന്താ കുട്ടി, ഇത്ര വിവരമില്ലേ? മഴ പെയ്യുന്നത് കാണുന്നില്ലേ? കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മഴ കൊള്ളാതെ ഓടി വന്ന് കൽമണ്ഡപത്തിൽ സുരക്ഷിതമായി ഇരുന്നു. നിനക്കും ആവായിരുന്നില്ലേ? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിശാഖ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്കും വേണമെങ്കിൽ ഓടാമായിരുന്നു, എന്നിട്ട് നനയാതെ ഇവിടെ വന്ന് നിൽക്കാമായിരുന്നു. ഓടാത്തതിന് ഉചിതമായ കാരണങ്ങളുണ്ട്. സർവാഭരണഭൂഷിതനായ ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തൂടെ ഓടുന്നത് ആഭാസകരമാണ്. അതുപോലെ നെറ്റിപ്പട്ടം കെട്ടിയ ആന ഓടുന്നതും ആഭാസകരമാണ്. ആന പതുക്കെ പതുക്കെ നടക്കുകയാണ് ചെയ്യുക. സാധാരണ മനുഷ്യരെ പോലെ ഭിക്ഷുക്കൾ ഓടുന്നതും വിമർശിക്കപ്പെടും. വിവേകപരമായ വിശാഖയുടെ സംസാരം കേട്ട് ബ്രാഹ്മണർക്ക് സന്തോഷമായി. ഇത്രയും നാൾ നാം അന്വേഷിച്ച് നടന്നത് ഇവളെ തന്നെയാണ്. നമ്മുടെ രാജാവിന് പറ്റിയ പെൺകുട്ടി ഇവിടെ തന്നെയാണെന്ന് ബ്രാഹ്മണർ അങ്ങോട്ട് തീരുമാനിച്ചു. കൊട്ടാരത്തിൽ പോയി രാജാവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. രാജാവും പരിവാരങ്ങളും ധനഞ്ജയൻ എന്ന കോടീശ്വരൻ്റെ വീട്ടിൽ വന്നു വിവാഹം ഉറപ്പിച്ചു. ധാരാളം സ്വർണവും പണവും ഒക്കെ മകൾക്ക് കൊടുത്ത് വിവാഹം നടത്തി. ഭർത്താവിൻ്റെ കൂടെ പോകാൻ നേരത്ത് 5 ഉപദേശങ്ങൾ അച്ഛൻ മകൾക്ക് കൊടുത്തു. വിശാഖയ്ക്ക്
അതിലാദ്യത്തെ ഉപദേശം, ഉള്ളിലെ തീ പുറത്തേക്കെടുക്കരുത്. രണ്ടാമത്തെ ഉപദേശം, പുറത്തുള്ള തീ അകത്തേക്കും കടത്തരുത്. മൂന്നാമത്തേത്, അഗ്നിയെ സൂക്ഷിക്കുക. നാലാമത്തെ ഉപദേശം, ഗൃഹദേവതമാരെ ആരാധിക്കുക. അഞ്ചാമത്തത്, സരസ്വതിയെ പിണക്കരുത്. ഈ 5 ഉപദേശങ്ങളാണ് അച്ഛൻ മകൾക്ക് കൊടുത്തത്. ഈ ഉപദേശം മകൾക്ക് മാത്രമുള്ളതല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നമ്മളെ മക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉപദേശങ്ങളാണ് ധനഞ്ജയൻ വിശാഖയ്ക്ക് പറഞ്ഞു കൊടുത്തത്. എന്താണ് ഉള്ളിലെ തീ പുറത്തേക്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ചോ മറ്റുള്ളവരോട് മോശമായി സംസാരിക്കരുത്. വീട്ടിലെ ഇല്ലായ്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറയരുത് എന്ന്. പുറത്തുള്ള തീ അകത്തേക്ക് കടത്തരുത് എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ ഒരിക്കലും മറ്റുള്ള ഗൃഹസ്ഥന്മാർ പറയുന്നത് അത് കേട്ട് അതിന് ചെവി കൊടുക്കരുത്. അത് അവിടെ നിന്ന് ചെവി കൊടുത്ത് അത് കേട്ട് ഇവിടെ കൊണ്ടൊന്ന് വിളമ്പരുത് എന്നാണ് ആ സാരം. അഗ്നിയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഭർത്താവിൻ്റെ മാതാപിതാക്കളും അഗ്നി സമാനമാണ്. അതിനെ അഗ്നി കൈകാര്യം ചെയ്യുന്നത് പോലെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കൈകൊള്ളും. ഗൃഹദേവതമാരെ ആരാധിക്കണം. ആരാ ഗൃഹദേവതന്മാർ? ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും വളരെ ബഹുമാനത്തോടെ ആദരിക്കപ്പെടേണ്ടതാണ് എന്നാണ് അതിൻ്റെ സാരം. സരസ്വതിയെ പിണക്കരുത് എന്ന് പറഞ്ഞാൽ, സരസ്വതി നാവിലാണിരിക്കുന്നത്. വാഗ്ദേവതയാണ്. ആ നാവിലൂടെ വരുന്ന വാക്കുകളാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവിൽ നിന്ന് വരരുത്. ഇതാണ് വിശാഖയോട് അച്ഛൻ പറഞ്ഞു കൊടുത്തത്. എല്ലാവരും ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കൂ. ഈ ഉപദേശം നമ്മളുടെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തയക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതല്ലേ? ഈ ഉപദേശമല്ലേ ഓരോ കുട്ടികൾക്കും കിട്ടേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കും.